ഹലോ, ഞാനാ ഗോപിക. മോളെ, അച്ഛൻ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, അവിടെ വല്ല വിവരം കിട്ടിയോന്നറിയാനാ. ഇല്ല മോളെ, ഒരു വിവരവും ഇല്ല. ഇത്രയ്ക്കൊക്കെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? വിഷമിക്കരുത്, അച്ചു വരും. അമ്മയെ സങ്കടപ്പെടുത്താൻ അച്ഛനാവില്ല. അങ്ങനെ ഞാനും വിശ്വസിച്ചിരുന്നു ഇന്നലെ വരെ. ഇപ്പോ എനിക്കറിയാം, ഞാൻ അവൻ ആരുമല്ല, ഒന്നുമല്ല. അങ്ങനെ പറയരുത്. പെട്ടെന്നൊരാവേശത്തിൽ ചെയ്തു പോയതാവും. അങ്ങനെയൊക്കെ ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. വെക്കട്ടെ, എന്തേലും വിവരം കിട്ടിയാ അറിയിക്കാം. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നിനക്കൂടി വേണ്ടിയല്ലേ അവിനാശിത് ചെയ്യുന്നത്? പക്ഷെ എനിക്കിപ്പോ പേടിയാ. അച്ഛൻ അമ്മയെ തോൽപ്പിക്കാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കുമായിരുന്നു. അതെ, അത് ശരിയാ. എന്നെ വിളിക്കാത്തോണ്ടാ എനിക്ക് പേടി. എപ്പോഴും നല്ല വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആളാ. ഏയ്, അങ്ങനെ അപകടമൊന്നും പറ്റിക്കാണില്ല. എന്നെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അതല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അച്ഛൻ എന്നെ വിളിക്കുമായിരുന്നു. വഴക്ക് അമ്മയായിട്ട് മാത്രമാ. അതിന്റെ പേരിൽ എന്നെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നീ പറയുന്നൊക്കെ കേട്ടിട്ട് ശരിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ അമ്മയ്ക്കും ആ പേടിയുണ്ട്. അച്ഛൻ എവിടെയായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അമ്മ കരുതുന്നത്. ആ പ്രതീക്ഷ തെറ്റിയപ്പോൾ അവർ കരയാൻ തുടങ്ങി. എനിക്കിത് സഹിക്കാനേ പറ്റുന്നില്ല. ഞാൻ അച്ഛനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഇപ്പോഴറിയുന്നത്. അല്ലെങ്കിലും സ്നേഹം ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യ ഗോപി. നിന്റെ പരീക്ഷയ്ക്ക് അടുത്തില്ലേ, പഠനം മുടക്കരുത്. എനിക്കൊന്നിനും വയ്യ. അച്ഛനില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാനേ വയ്യ. എല്ലായ്പ്പോഴും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഉള്ളതിന്റെ വില നമ്മൾ അറിയൂ. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. സുറുമി, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം, പ്ലീസ്. രണ്ട് ദിവസമായിട്ട് അപർണ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ? അത് വളരെ മോശമാണ്. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് തന്നെ അപകടത്തിലാവും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ മകൻ മാത്രമായിരുന്നു എനിക്ക് ജീവിതം. പെട്ടെന്നൊരു ദിവസം അവൻ അപ്രത്യക്ഷനായാൽ അതോടെ എന്റെ ജീവിതവും തീരും. ഈ ചിന്താഗതിയാണ് തെറ്റ്. അമ്മയെ തോപ്പിക്കാൻ അവിനാശ് മാറിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്തോ നിങ്ങളെപ്പോലൊന്നും എനിക്ക് ചിന്തിക്കാനാവുന്നില്ല. ഏറ്റവും മോശമായത് മാത്രമേ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അപർണയ്ക്ക് അവിനാശിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇനിമേലിൽ ഇത്തരം പ്രൊപ്പോസൽസും കൊണ്ട് അമ്മ വരരുത്. അതിനുവേണ്ടി അമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവൻ.
ഈ നേരത്തെ നിങ്ങൾ ഇങ്ങനെ പാടെ തകരുകയല്ല വേണ്ടത്. അവിനാശിന്റെ അമ്മയാണ് പറഞ്ഞ മക്കളുടെ ഇത്തരം പ്രഷർ ടാക്ടിക്സിൽ മൂക്കും കുത്തി വീഴുന്ന പേരൻസിനോട് അവർക്ക് തെല്ലും റെസ്പെക്ട് തോന്നില്ല. ഇതിനെല്ലാത്തിനും പുറമെ ഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ കാർഡിയക് ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയാണ് പറഞ്ഞ 500-ലേറെ മനുഷ്യജീവൻ നിങ്ങളെ വിശ്വസിച്ചും ആശ്രയിച്ചുമാണ് അവിടെ കഴിയുന്നത്. ഐ എം സോറി മിസ്റ്റർ മേനോൻ. എന്റെ വ്യക്തിപരമായ പ്രോബ്ലംസ് ഹോസ്പിറ്റലിനെ ബാധിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നോ, അതിന്റെ ആവശ്യമില്ല. ഡോക്ടർ ഒന്ന് അവിടം വരെ വന്നാൽ മാത്രം മതി. പേഷ്യൻസിനെ നോക്കാവുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. അറിയാം. പക്ഷെ മരണം കാത്തു കഴിയുന്ന പല രോഗികൾക്കും നിങ്ങളെ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി. അതൊരു വലിയ പ്രതീക്ഷയും സാന്ത്വനവുമാണ് അവർക്ക്. അവർക്ക് വേണ്ടി അത്രയെങ്കിലും അപർണയ്ക്ക് ചെയ്യാം. ഞാൻ വരാം. എനിക്ക് ഇത്രയും കേട്ടാ മതി. ഒന്ന് ഹോസ്പിറ്റലിൽ വന്നു പോയാൽ ഡോക്ടറുടെ മനസ്സിനൊരു അയവ് കിട്ടും, എനിക്ക് ഉറപ്പാ. പിന്നെ ഡോക്ടർ അനുഭവിക്കുന്ന ഈ വേദനയുടെ പാതി ഉത്തരവാദിത്വം എനിക്കാണല്ലോ. അതുകൊണ്ടുകൂടിയാണ് ഞാനിപ്പോ ഇറങ്ങിയത്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അത് മറന്നു കളയും. ഒക്കെ നന്നായി വരും. എങ്കിൽ പിന്നെ അപർണ സമയം കളയണ്ട. എന്റെ കാറിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ശരി, ഒരു 5 മിനിറ്റ്. ടേക്ക് യുവർ ഓൺ ടൈം. ശരി. ഏയ് ഹരിഹരൻ, ഹായ്. ഞാൻ തിരിച്ചു വിളിക്കാം. ഇരിക്കൂ. ഞാൻ കുറച്ച് വൈകി. സാരമില്ല, ഞാനിന്ന് മുഴുവനും ഫ്രീയാ. സാർ, എന്താ വേണ്ടേ? എന്താ കുടിക്കാൻ? കോഫി ആകാം. ഒരു കോഫിയും ഒരു ഫ്രഷ് ലൈം. ശരി സാർ. അപർണയ്ക്ക് എന്തു പറ്റിയെന്നാ നിങ്ങൾ പറഞ്ഞത്? അപർണയ്ക്കൊന്നും പറ്റിയില്ല. പറ്റിയത് അവരുടെ മകനാ. അല്ല, നിങ്ങളുടെ മകന്. അവിനാശിന് എന്തു പറ്റി? 2 ദിവസമായിട്ട് അവൻ മിസ്സിംഗാ. മിസ്സിങ്ങോ? യെസ്. എന്നിട്ട് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ലേ? അൺഒഫീഷ്യലായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അന്വേഷണം നടക്കുന്നുണ്ട്. അവിനാശ് നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമെന്ന് ഞാൻ അപർണയോട് പറഞ്ഞു. എന്റെ അടുക്കലോ? അതൊരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യമാണ്. അങ്ങനെ അങ്ങ് തീർത്ത് പറയണ്ട. ഒരു മകന് തന്റെ അച്ഛനെ കണ്ടേ മതിയാവൂന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമല്ലോ. അച്ഛനിപ്പോ എന്താ സംഭവിച്ചേ? പ്രേമം, അസ്ഥിയിൽ പിടിച്ച സിമ്പിൾ പ്രേമം. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാല് അവന്റെ കാമുകി ആയിസറ്റൊരു പേഷ്യന്റ്. അതും അപർണയുടെ പേഷ്യന്റ്. അത് അവൻ അറിയില്ലേ? അറിയാം. പക്ഷേ അവൻ പിന്മാറില്ല. ഈ കാര്യത്തിൽ അമ്മയും മകനും 2 തട്ടില്ല. നിങ്ങളിത് നേരിട്ട് ഇടപെട്ടില്ലെങ്കിൽ മകൻ കൈവിട്ടു പോയെന്ന് കരുതിയാ മതി. പക്ഷേ അപർണ, അവൾ എന്നെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ മകന്റെ കാര്യം നിങ്ങൾ നോക്കുന്നു. അതിന് അപർണയുടെ സമ്മതം എന്തിന്? സമ്മതമല്ല, സഹകരണം. അതുണ്ടാവും. ഞാൻ ഉറപ്പു തരാം. ഞാനിപ്പോ നിങ്ങളെ കാണുന്നത് പോലും അപർണ പറഞ്ഞിട്ടാണ്. ഉടനെ ഒരു മറുപടി വേണ്ട, ആലോചിക്ക്. പക്ഷേ നമുക്കധികം സമയമില്ല. കാപ്പി കുടിക്ക്, തണുത്തു പോകും. ദിവസത്തിൽ ഒരിക്കലെങ്കിലും IPLോട് ഒരു കൊച്ചു കറക്കം. തൽക്കാലം അത് തന്നെ ധാരാളം മതി. മേജർ രാമോഹൻ എപ്പോഴും കംപ്ലൈന്റാ, ഡോക്ടറെ കാണുന്നില്ലല്ലോ എന്ന്. രോഗികൾ കുട്ടികളെ പോലെയാണ്. അവരുടെ ഡോക്ടർ അമ്മയെപ്പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ആഗ്രഹം. പക്ഷേ ഒരു ഡോക്ടർക്ക് സ്വന്തം ജീവിതം കൂടെ നോക്കണ്ടേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താ പറഞ്ഞത്? നത്തിങ് റെലവെന്റ്. അപർണയുടെ മനസ്സ് വേറെ എവിടെയോ ആയിപ്പോയല്ലേ? സോറി. ഇറ്റ്സ് ഓക്കെ. ഈ സമയത്ത് ഡോക്ടറിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരുന്നത് തന്നെ വലിയ മനസ്സ്. അല്ല മിസ്റ്റർ മേനോൻ, ഇതെന്റെ ഡ്യൂട്ടിയല്ലേ. നിങ്ങൾ പറയുന്ന പോലെ എനിക്കൊന്നിലും ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം.
അതിന് കാരണം എന്താണെന്നറിയോ? നമ്മൾ മനുഷ്യരെല്ലായ്പ്പോഴും മറ്റുള്ളവരിലാണ് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അവിടെയാ കുഴപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഡോക്ടറിനെ തന്നെ നോക്ക്. അവിനാശിനെ നിങ്ങൾ അമിതമായി ഡിപ്പെൻഡ് ചെയ്തു. മകനാണെങ്കിലും അവൻ മറ്റൊരു വ്യക്തിയാണെന്നും അവന് വേറിട്ടൊരു ജീവിതമുണ്ടെന്നും നിങ്ങൾ മറന്നു. അതല്ലേ ഈ ദുഃഖത്തിന് കാരണം? ഉം. ശരിയാണ്. സന്തോഷം തിരയേണ്ടത് അന്യരിലല്ല, നമ്മളിൽ തന്നെയാണ്. ദി അതർ ഈസ് ഹെൽ. അന്യൻ നരകമാണ്. പണ്ട് സാർത്രേ പറഞ്ഞതാ. ചിലപ്പോൾ അത് സത്യമാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ തന്നെ അന്വേഷിച്ചു നോക്ക്. അതുമാത്രമായിരിക്കും എന്നും നിലനിൽക്കുന്നത്. പറഞ്ഞത് വളരെ സത്യമാണ്. ജ്ഞാനപ്പാന ഓർക്കുന്നില്ലേ? ജനിക്കുന്നതും മരിക്കുന്നതും ഒന്നിച്ചല്ല. പിന്നെ ഇടയ്ക്കിങ്ങനെ കാണുന്ന നേരത്ത് നമ്മൾ എന്തിനു ശത്രുക്കളാവണം? കൂടെയുള്ളവർ കുറച്ചു നേരത്തേക്ക് മാത്രമുള്ളവരാണ്. ആ തിരിച്ചറിവുണ്ടായാൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഓർത്ത് ദുഃഖിക്കില്ല. പഴയവർ എല്ലാം കണ്ടറിഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. കർമ്മത്തിൽ മാത്രം മുഴുകാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത് നമ്മളെയും കൂടി ഉദ്ദേശിച്ച? അതെ, നമ്മൾ നമ്മുടെ കർമ്മത്തിൽ ഇച്ഛ കൂടാതെ മുഴുകിയാൽ അതാണ് ധന്യത, അതാണ് സന്തോഷം. അതിനപ്പുറം ഒന്നുമില്ല. മിസ്റ്റർ മേനോൻ എന്ന് വളരെ ഫിലോസഫിക്കലാണല്ലോ. വെറും മുറി വൈദ്യം. നമ്മുടെ മനസ്സമാധാനത്തിന് അത് തന്നെ ധാരാളം മതി. വാസ്തവം. എനിക്കെന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. ഓ, താങ്ക് ഗോഡ്. എൻ്റെ ഇന്നത്തെ ജീവിതം ധന്യമായി. ഡോക്ടർ ഇറങ്ങുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. മേനോനിന്റെ ഡ്രൈവറൊന്നും ആവണ്ട. ഞാനൊരു ടാക്സി വിളിച്ചോളാം. അത് ഡോക്ടറുടെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ? ഉം. തിരക്കില്ലെങ്കിൽ എനിക്ക് അല്പം സംസാരിക്കണമായിരുന്നു. ഇതിനു മുമ്പ് നേർ കാണേണ്ട അവസരങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം നീ എൻ്റെ മുമ്പിൽ നിന്ന് കടന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല മനസ്സോടെയല്ല ഞാൻ കാണാൻ വന്നത്. എൻ്റെ ചോരയിൽ പിറന്ന മകൻ എന്ത് സംഭവിച്ചു എന്ന് ഞാനോടെ അറിയണ്ടേ? അതിനുവേണ്ടി മാത്രം. അപ്പോ നല്ല ഉദ്ദേശത്തോടെ അല്ല ഈ വരവ്. ആ, ഇതാ നിന്റെ കുഴപ്പം. ഈ ചിന്ത മറ്റുള്ളവരെല്ലാം തെറ്റുകാരാണെന്ന തോന്നൽ. ആദ്യം ഞാനാകുന്നതും ഇപ്പൊ അച്ചു ആകുന്നതും ഇതുകൊണ്ട് തന്നെ. അച്ഛന്റെ കാര്യം പറയണ്ട. അവനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എനിക്കറിയാനുള്ള അവസരം നീ തന്നില്ലല്ലോ. ഞാൻ കാണുമെന്ന് തോന്നിയ നിമിഷങ്ങളെല്ലാം അച്ചുവിനെയും കൊണ്ട് നീ ഓടി രക്ഷപ്പെടുകയായിരുന്നില്ലേ? അങ്ങനെ അവന്റെ ജീവിതം നീ നശിപ്പിച്ചു. എനിക്കറിയാം അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന്. ഇങ്ങനെ റൂട്ട്സ് ഇല്ലാതെ അലയാൻ വിധിക്കപ്പെട്ടവരെല്ലാം വലിയ ദുരന്തങ്ങളായി തീർന്നിട്ടേ ഉള്ളൂ. എന്തൊരു ശുഭാപ്തി വിശ്വാസം.
സ്വന്തം മകനെ കുറിച്ചായി പറയുന്നത്. കഷ്ടം. മകനല്ല കുഴപ്പം, നിനക്കാ. നീ അവനെ വളർത്തി നശിപ്പിക്കുക. ദുർബലിനും മനക്കരുത്തുമില്ലാത്തൊരു എസ്കേപ്പിസ്റ്റായിട്ടാണ് നീ അവനെ വളർത്തിയത്. ഇനി അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അവൻ സ്വന്തം ജീവൻ തന്നെ തേച്ചിട്ടില്ലെന്ന് ആർക്കറിയാം? Shut up! നിങ്ങളെപ്പോലെ ഒരു അച്ഛനില്ലാത്തതുകൊണ്ട് എന്റെ മകൻ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അപമാനം കൊണ്ട് അവൻ പണ്ടേ നാട് വിട്ടേനെ. ഇതൊക്കെ തനി അങ്ങ് പറഞ്ഞാൽ മതിയോ? എന്നോടുള്ള വാശി തീർക്കാനല്ലേ അവനെ കൊണ്ട് ഇറങ്ങിപ്പോയത്? ഈ സമയത്തെങ്കിലും ഒന്നോർക്കുക, നീ ഒരു പരാജയമാണ്, ഭാര്യ എന്ന നിലയിലും പിന്നെ അമ്മ എന്ന നിലയിലും. നിങ്ങളെപ്പോലെ മോറൽസും എത്തിക്സും ഇല്ലാത്ത ഒരു റോഗിന് എന്ത് വൃത്തിയോടും വിളിച്ചു പറയാം. പക്ഷേ നിങ്ങളുടെ ഈ ചീഞ്ഞ വാക്കുകൾ എന്റെ നേർക്കറിയണ്ട. എനിക്കത് കേൾക്കാനോട്ട് നേരമില്ല. പിന്നെ മേലിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകരുത്. ഇപ്പോഴും നിങ്ങൾ എനിക്ക് വെറുപ്പാ. നിക്ക്. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനൊന്നും ഹരിഹരനെ കിട്ടത്തില്ല. ആ പേടി സ്വപ്നം ഒരിക്കൽ ഞാൻ അവസാനിപ്പിച്ച. പിന്നെ എന്തിനാ ഇപ്പൊ കയറി വന്നത്? നിന്നെ കാണാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല, മകനെ ഓർത്തു. അവൻ എന്റെ മോന്, അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്കണ്ഠയുണ്ട്. ഈ ഉത്കണ്ഠയുടെ കാര്യം പറഞ്ഞ് എന്റെ മുമ്പിലേക്ക് വരരുതെന്നാ ഞാൻ പറഞ്ഞത്. ഇല്ലടി, നീ മരിച്ചാൽ ശവം കാണാൻ പോലും ഞാൻ വരില്ല. എന്താ പോരെ? നന്ദിയുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ഗുഡ് ബൈ. ഹരിഹരനെ വിവരം അറിയിക്കണമെന്ന് നീ പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എനിക്കതല്ല സങ്കടം. എന്റെ അച്ഛനെ ഞാൻ വളർത്തി നശിപ്പിച്ചു എന്ന് അയാൾ പറഞ്ഞു. അവൻ ജീവിച്ചിരിപ്പുണ്ടാവില്ലെന്ന് വരെ അയാൾ പറഞ്ഞു കളഞ്ഞു. അപർണ, നിനക്കറിയില്ലേ ഹരിഹരനെ? പണ്ടും ജയിക്കാൻ വേണ്ടി ഏറ്റവും മോശമായ രീതിയിൽ അയാൾ സംസാരിക്കുമായിരുന്നു. ഇപ്പോഴും അയാൾക്കൊരു മാറ്റവും. എന്റെ വിഷമം അതൊന്നുമല്ല. അച്ചു, എത്ര ദിവസമായി അവൻ പോയിട്ട്. അമ്മയോട് അവന് അത്ര വെറുപ്പായോ? നീ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുക. അച്ചു മടങ്ങി വരും, എത്രയും വേഗം. ഓരോ നിമിഷവും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. പക്ഷെ ഹരിഹരൻ വന്നു പോയതോടെ എനിക്ക് പേടിയായി. പുരുഷന്മാരുടെ മനസ്സ് കാണാൻ കഴിവില്ലാത്ത സ്ത്രീയാണത്രേ ഞാൻ. ഹരിഹരന്റെ ആരോപണങ്ങളല്ലേ, നീ അത് കാര്യാക്കണ്ട. പക്ഷേ എനിക്കിപ്പോ ഒരു സംശയം. ഹരിഹരന്റെ രക്തമാണ് അച്ചുവും. എങ്ങനെയൊക്കെ വളർത്തിയാലും അച്ഛന്റെ ചില പ്രത്യേകതകൾ അവനും കിട്ടിയെന്ന് വരും. ചിലപ്പോ ഹരിഹരൻ പറഞ്ഞത് നേരാവും. അയാൾ എന്നെ വെറുത്തതുപോലെ അച്ചുവും. ഇല്ല അപർണ, അവിനാശ് ഒരിക്കലും ഹരിഹരനാവില്ല. അവനൊരിക്കലും നിന്നെ വെറുക്കാനും പറ്റില്ല. പിന്നെ എന്തിനവൻ പോയി? എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ ഞാൻ തോറ്റു കഴിഞ്ഞില്ലേ? അപർണ, നീ ഒന്ന് ആശ്വസിക്ക. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അച്ചു എവിടെയാണെന്ന് നമുക്കൊരു വിവരവുമില്ല. ഇനി ഇതിങ്ങനെ രഹസ്യമാക്കി വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൈവിട്ടു പോയില്ലേ? എന്ത് ചെയ്യണമെന്നാ മെർലിൻ പറയുന്നത്? വെറും ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും നമുക്ക് പോലീസിലൊന്ന് റിപ്പോർട്ട് ചെയ്യണ്ടേ? പോലീസിലോ? അത് വേണോ? വേണം, അത്യാവശ്യമാണിത്. ഒരു തരത്തിലും നമുക്കത് ഒഴിവാക്കാനാവില്ല. അപർണ, നീ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം പ്ലീസ്. എന്താ ജയ അവളുടെ പുതിയ പ്രശ്നം? നീയൊന്നും പറഞ്ഞില്ലല്ലോ.
അതിപ്പോ അവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കും വലിയ പിടിയില്ലടാ. ഗോപി ഒന്നും പറഞ്ഞില്ലേ? കമാന്നൊരു അക്ഷരം മിണ്ടണ്ടേ. താണ് കേണ് ചോദിച്ചു, ഒരു രക്ഷയില്ല. അല്ല, ഈ അടുത്ത് നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായോ? വഴക്കുണ്ടായാലും കുഴപ്പമില്ലായിരുന്നു. അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്കും തിരിച്ചറിയാലോ. അല്ലെങ്കിൽ ഗോപിക്ക് വല്ല രഹസ്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാറുള്ളതല്ലേ? ആ നല്ല കാലമൊക്കെ അവസാനിച്ചടാ. അവളിപ്പോ എന്നോടൊന്നും പറയാറില്ല. അവളുടെ ഉള്ളിൽ കടുത്ത ദുഃഖം എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് തുറന്നെടുക്കാനുള്ള താക്കോൽ എനിക്ക് നഷ്ടമായി. കുറ്റം എൻ്റേത് തന്നെയാണ്. അവിനാശുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ അവളോട് ഞാൻ കർശനമാകാൻ തുടങ്ങിയപ്പോഴാണ് കുഴപ്പം ആരംഭിച്ചത്. ആ, അതിന് നിന്നെ കുറ്റം പറയാൻ ഒക്കില്ല. പക്ഷേ അതോടെ ഗോപിയും ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തീർത്തും നഷ്ടമായി. അന്നു മുതൽ ഞാൻ അറിയാത്ത രഹസ്യങ്ങൾ അവൾക്കുണ്ടായി. ഇപ്പോ എനിക്കൊരു സംശയം, ഗോപി അവളുടെ രോഗത്തെക്കുറിച്ച് അറിഞ്ഞു കാണുന്നു. ഏയ്, അതിനെന്തായാലും വഴിയില്ല. അറിഞ്ഞാൽ ഇതായിരിക്കില്ല അവളുടെ അവസ്ഥ. ഇതിപ്പോ മറ്റെന്തോ ആണ്. നമുക്ക് അന്വേഷിക്കാം. ഹലോ, ജയമോഹൻ, ഇത് അപർണയാണ്. എന്താ ഡോക്ടർ? എനിക്ക് അത്യാവശ്യമായിട്ട് ജയമോഹനെ ഒന്ന് കാണണം. അതിനെന്താ, ഡോക്ടർ എവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. ശംഖുമുഖം ബീച്ചിൽ വെച്ച് കാണാം. ഓക്കെ. വീട്ടിലൊരു ഗസ്റ്റ് വരുന്നതിന് അവിനാഷ് വീട് വിട്ടു പോകുന്നതിന് അത് വെറും ഒരു ഗസ്റ്റ് അല്ല, എൻ്റെ ഫ്രണ്ടിന്റെ അനന്തരവള. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. അവിനാഷിന് ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്തിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചത്. പക്ഷേ ഒരു പെണ്ണുകാണൽ ചടങ്ങെന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ ആവുന്നത്ര ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിനാഷിന് അത് വ്യക്തമായിരുന്നു. അതല്ലേ വസ്തുത? കുറ്റം എന്റേതാണ്. ഇക്കാര്യം പറഞ്ഞ് ഒന്നിലേറെ തവണ ഞങ്ങൾ വഴക്കടിച്ചിരുന്നു. അപ്പോ മുതലേ അവന് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ഗോപികയെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ അവന് കഴിയുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ടും ഞാൻ അന്വേഷിച്ച് നടന്ന ചോദ്യത്തിന്റെ ഉത്തരം എനിക്കിപ്പോഴാണ് കിട്ടിയത്. 1-2 ദിവസമായി ഗോപിക വളരെ ഡിസ്റ്റർബ്ഡാണ്. അവിനാഷ് മുങ്ങിയതാണ് അതിന് കാരണം. പക്ഷേ എനിക്കൊരു തോന്നൽ, അവിനാഷ് എവിടെ കാണുമെന്ന് മിക്കവാറും ഗോപിക്ക് അറിയാൻ പറ്റും. ഇല്ല, അവൻ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളത്. അച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന വിവരം പോലും ഗോപിക അറിഞ്ഞത് ഞാൻ പറഞ്ഞപ്പോഴാ. അപ്പോ ഡോക്ടർ ഗോപിയെ വിളിച്ചിരുന്നു? ഉവ്, അവൾക്കൊന്നും അറിയില്ല എന്നാണ് എന്റെ വിശ്വാസം. ഗോപി നുണ പറയില്ല, വിശ്വസിക്കാം. ജയമോഹൻ, എനിക്ക് എന്റെ അച്ചുവിനെ ഒന്ന് കണ്ടെത്തി തരണം. ഒഫീഷ്യലാക്കരുത്, രഹസ്യമായിട്ട്.